നമസ്കാരം. ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ വില കുറയുമെന്ന വാർത്തകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇന്ത്യ എപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ വില കുറയണം എന്ന് ആഗ്രഹമുള്ള രാജ്യമാണ്. കാരണം ആവശ്യമുള്ളതിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ്. അപ്പോൾ ഇന്ത്യയുടെ പണം വലിയ തോതിലാണ് ഈ ഇറക്കുമതിക്ക് വിദേശത്തേക്ക് പോകുന്നത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് വേണ്ടിയാണ്, അതായത് മുഴുവൻ പണവും വിദേശത്തേക്ക് ഒഴുകുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ ഈ ഒഴുക്ക് സ്വാഭാവികമായും കുറയ്ക്കാൻ സാധിക്കും. വലിയ അളവിൽ ക്രൂഡ് ഇറക്കുമതി ചെയ്ത് സംഭരിക്കാൻ കമ്പനികൾക്ക് അവസരം ഒരുങ്ങുന്നു. അതായത് ബ്രെന്റ് ക്രൂഡ് ബാരലിന് നിലവിൽ $63 വില വരുന്നത്. WTI ക്രൂഡിന് $60. എന്നാൽ 2026 എല്ലാ ഇനം ക്രൂഡ് വിലയും $60 താഴേക്ക് വീഴുമെന്നാണ് അമേരിക്കൻ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ കരുതുന്നത്. അമേരിക്കയുടെ വിദേശ നയങ്ങളാണ് ക്രൂഡ് ഓയിലിന്റെ വില ഇടിയുക. ഇതാകട്ടെ അമേരിക്കയുടെ സൗഹൃദ രാജ്യമായ സൗദിക്കും UAEക്കും തിരിച്ചടിയാവുകയും ചെയ്യും. സൗദി അറേബ്യയുടെ പ്രധാന വരുമാന മാർഗമാണ് ഈ ക്രൂഡ് ഓയിൽ എന്നത്. ജാഫ്രൂയിൽ നിന്നും പ്രകൃതിവാതകം ഉൽപ്പന്നം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും എണ്ണയിൽ നിന്നുള്ള ആദായമില്ലെങ്കിൽ സൗദിക്ക് പിടിച്ചുവെക്കാൻ സാധിക്കില്ല. പല പദ്ധതികളും വൈകുന്നതിനുള്ള കാരണവും എണ്ണ വരുമാനത്തിന്റെ ഇടിവാണ്. എന്നാൽ ഇനിയും ഇടിവ് നേരിടുമെന്നാണ് പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഇടിയാൻ പോകുന്നു എന്ന പ്രവചനങ്ങളും. നിക്ഷേപ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണ് ഇക്കാര്യം പ്രതീക്ഷിക്കുന്നത്. രാജ്യാന്തര തർക്കങ്ങളും വ്യാപാര പോരുമെല്ലാം ഇതിന് കാരണമാകും. മാത്രമല്ല അമിതമായ ഉൽപാദനം വരുന്നതും ആവശ്യമില്ലാത്തതും വില കുറയാൻ ഇടയാക്കും. ഇന്ത്യക്ക് ഈ അവസരം പ്രതീക്ഷയും അമേരിക്കയും വെനിസ്വേലയും തമ്മിലുള്ള തർക്കവും രൂക്ഷമാണ്. റഷ്യയുടെ എണ്ണ കമ്പനികൾക്കെതിരെ അമേരിക്ക നടപടികൾ എടുത്തിട്ടുണ്ട്. ഇറാനിൽ നിന്നുമുള്ള എണ്ണ കയറ്റുമതിക്ക് അനുവദിക്കില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. 3 രാജ്യങ്ങൾക്കെതിരെയും അമേരിക്കയുടെ ഉപരോധം നിലവിലുണ്ട്. 3 രാജ്യങ്ങളെയും ലോകത്തെ പ്രധാന ക്രൂഡ് ഓയിൽ ഉൽപാദകരാണ്. ഈ 3 രാജ്യങ്ങൾക്കെതിരായ നീക്കം ക്രൂഡ് വില കുറയ്ക്കുമെന്നാണ് മക്കയർ ഗ്രൂപ്പ് വിലയിരുത്തുന്നത്. അമേരിക്കയിലെ ശൈത്യകാലവും ക്രൂഡ് വില കുറയ്ക്കാൻ ഇടയാക്കും. അതേസമയം പ്രതിസന്ധി മറികടക്കാൻ 3 രാജ്യങ്ങളും ഉൽപാദനം കൂട്ടാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ആഗോള വിപണിയിൽ വേണ്ടത്ര ആവശ്യക്കാരില്ലതാനും. ഇതെല്ലാം വിതരണം കൂട്ടാൻ ആവശ്യക്കാരെ കുറയ്ക്കുവാനും ഇടയാക്കും. ഒപെക് രാജ്യങ്ങളും ഒപെക്കിൽ അംഗമല്ലാത്ത എണ്ണ രാജ്യങ്ങളും ഉൽപാദനം കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഇറാഖിൽ കൂടുതലും എണ്ണപ്പാടങ്ങൾ ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിപണിയിലേക്ക് ക്രൂഡ് ഒഴുകും. അടുത്ത വർഷം ക്രൂഡ് ബാരലിന് $58 കുറയുമെന്നാണ് ABN AMRO ബാങ്ക് പ്രവചിക്കുന്നത്. ഇത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. അതനുസരിച്ച് പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇനി ശേഷിക്കുന്നത്. എന്തായാലും വരും കാലങ്ങളിൽ ക്രൂഡിന്റെ വില വളരെ താഴ്ന്ന നിലയിലെത്തുമെന്നാണ് നിലവിലെ സ്ഥിതി സൂചിപ്പിക്കുന്നത്.